കൂട്ടുകാരെ, എന്റെ വീടിന്റെ അടുത്ത് ഒരു പാർക്കുണ്ട്. കൂട്ടുകാർ ആ പാർക്ക് കണ്ടിട്ടുണ്ടോ? എന്നാൽ എന്റെ കൂടെ വന്നോളൂ, നമുക്ക് കുറച്ചു നേരം അവിടെ പോയി കളിക്കാം. കൂട്ടുകാരെ, നമുക്ക് രണ്ട് മണ്ടന്മാരുടെ കഥ കേട്ടാലോ? അച്ഛന്റെ വാക്ക് കേൾക്കാതെ അത്യാഗ്രഹം കൊണ്ട് മണ്ടത്തരം കാട്ടിയ രണ്ട് സഹോദരങ്ങളുടെ കഥയാണിത്. കേട്ടോ? പണ്ട് ഒരിടത്ത് മണ്ടന്മാരായ രണ്ട് ഇരട്ട സഹോദരന്മാരുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപായി അവരുടെ അച്ഛൻ അവർക്ക് ഒരു കഴുതയെ നൽകി. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എന്നെ വളരെ നാളായി കച്ചവടത്തിൽ സഹായിക്കുന്നവനാണ് ഈ കഴുതച്ചാർ. അവനെ കൊണ്ട് കഴിയുന്നത് വരെ അവൻ നിങ്ങളെ കച്ചവടത്തിന് സഹായിക്കും. നിങ്ങൾ ഒരിക്കലും ആ പാവം കഴുതച്ചാരെ ഉപദ്രവിക്കരുത്. പക്ഷേ മണ്ടന്മാരും അഹങ്കാരികളുമായ ഈ സഹോദരന്മാർ അത് ചെവികൊണ്ടില്ല. ഒരു ദിവസം ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു ആ പാവം കഴുത. അവർ ഇരുവരും നടന്ന് കഴുതച്ചാരുടെ അടുത്ത് ചെന്നു. എപ്പോഴും ഈ കഴുതയ്ക്ക് ഉറക്കം തന്നെയാണ്, ഒരു ഉപയോഗവും ഇല്ലാത്തവൻ. അച്ഛന്റെ വാക്ക് കേട്ട് ഈ കഴുതയെ നമ്മൾ ചുവന്നുകൊണ്ട് നടക്കുന്നത് മണ്ടത്തരമാണ്. ഇവനെ നമുക്ക് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. ഒടുവിൽ ഇരുവരും ആ തീരുമാനത്തിൽ ഉറച്ചു. അതെ, ഈ കഴുതയെ വിൽക്കാം. അങ്ങനെ ആ പൈസ കൊണ്ട് നമുക്ക് കുറച്ചു കാലം പണിയെടുക്കാതെ ജീവിക്കാം, അവർ വിചാരിച്ചു. അങ്ങനെ ആ കഴുതയും കൊണ്ട് ചന്തയിലേക്ക് പോകുകയായിരുന്നു ഇരുവരും. അപ്പോൾ വഴിയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ഷെടാ, ഇവന്മാർ വെറും മണ്ടന്മാര് തന്നെ. കഴുതയും അവരും ഒരുമിച്ച് നടക്കുന്നു. ഒരാൾക്ക് കഴുതയുടെ മുകളിൽ കയറി ഇരുന്ന് പൊയ്ക്കൂടെ? ഇത് കേട്ടപ്പോ അവർക്ക് ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ഉടൻ തന്നെ അതിൽ ഒരാൾ കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് യാത്ര തുടർന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് നടന്നു വന്ന വേറൊരാൾ പറഞ്ഞു, ആ കഴുതയുടെ പുറത്തിരിക്കുന്നവന്റെ അഹങ്കാരം നോക്ക്. വേറൊരു സഹോദരൻ നടക്കുമ്പോ അവൻ മറ്റേ സഹോദരനെയും ആ കഴുതപ്പുറത്ത് കയറ്റി യാത്ര തുടർന്നു. അവശനും വൃദ്ധനുമായ പാവം കഴുതച്ചാർക്ക് ഇവരുടെ ഭാരം ചുമക്കാൻ തീരെ
തീരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ആ പാവം കഴുതച്ചാർ അവരെയും കൊണ്ട് പതുക്കെ പതുക്കെ നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നു വരുമ്പോ ഒരാൾ ഈ കാഴ്ച കണ്ടു. അയാൾ പറഞ്ഞു, എടാ ദുഷ്ടന്മാരെ, നിങ്ങൾക്ക് നാണമാവില്ലേ ആ പാവം വൃദ്ധൻ കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുവാൻ? ആ പാവത്തിന് ഒറ്റയ്ക്ക് നടക്കുവാൻ പോലും കഴിയില്ല. നിങ്ങളോട് ദൈവം ചോദിക്കും ഈ ക്രൂരതയ്ക്ക്. ഇത് കേട്ട് പേടിച്ചു പോയ സഹോദരന്മാർ ഇരുവരും കഴുതയുടെ പുറത്തു നിന്നും ഇറങ്ങി. ആ കഴുതയെ ഒരു കമ്പിൽ കെട്ടി ഇരുവരും രണ്ട് വശത്ത് പിടിച്ചുകൊണ്ട് നടക്കുവാൻ തുടങ്ങി. അങ്ങനെ നടന്ന് നടന്ന് അവരൊരു പുഴക്കരയിലെത്തി. ആ പുഴ കടക്കുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്നും വടി വഴുതിപ്പോയി. വടി തിരിച്ചു പിടിക്കുവാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. കഴുത ആ പുഴയിലേക്ക് വീണുപോയി. അങ്ങനെ തങ്ങളുടെ അച്ഛന്റെ വാക്ക് കേൾക്കാതെ ആ മണ്ടന്മാർക്ക് തങ്ങളുടെ ആകെ സ്വത്തായ ആ കഴുതച്ചാരെ കൂടി നഷ്ടപ്പെട്ടു പോയി. കൂട്ടുകാരിങ്ങനെ മണ്ടത്തരമൊന്നും കാട്ടരുത്. പാവം കഴുതച്ചാറല്ലേ കൂട്ടുകാരെ. ആ മണ്ടന്മാരുടെ അത്യാഗ്രഹം കൊണ്ട് കഴുതച്ചാർക്ക് ഈ ഗതി വന്നത്. സ്വന്തം അച്ഛന്റെ വാക്ക് ആ മണ്ടന്മാർ കേട്ടില്ല. പകരം വഴിയെ പോകുന്നവർ പറയുന്നത് അവർ കേട്ടു. അവർ പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്തു. എന്നിട്ടോ അത്യാഗ്രഹം കൊണ്ട് ഉള്ളത് കൂടി പോയില്ലേ. കഥകളും പാട്ടുകളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ അല്ലേ? ഇനിയും കുറെ കഥകളും പാട്ടുകളും ഒക്കെ കുട്ടൂസിന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ കഥകളൊക്കെ സ്കൂളിൽ പോയി മറ്റു കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. കുട്ടൂസിനെ പറ്റിയും കുട്ടൂസിനൊപ്പം പാട്ട് പാടി അടിച്ചു പൊളിച്ചു കറങ്ങി നടന്നത് സ്കൂളിൽ ചെന്ന് അവരോട് പറയണം. കൂട്ടുകാരെ, കുട്ടൂസ് പൊയ്ക്കോട്ടെ. കൂട്ടുകാർക്ക് വിഷമമുണ്ടോ കുട്ടൂസ് പോകുന്നതിൽ? വിഷമിക്കേണ്ട കൂട്ടുകാരെ. കൂട്ടുകാരെ കാണാൻ കുട്ടൂസ് ഉടനെ എത്തും കേട്ടോ. ടാറ്റാ, ബൈ ബൈ.